എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം അറിയാമല്ലോ, കർക്കിടക 1 അപ്പം നമ്മളിന്ന് അമ്പലത്തിൽ നിന്ന് പോവാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോവാണ്. അപ്പം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തനിക്കുട്ടി രാവിലെ എണ്ണീറ്റു. ആദ്യം ഇതുവരെയായിട്ട് എണ്ണീറ്റിട്ടില്ല. ആദ്യം നല്ല ഉറക്കമാണ്. തനുട്ടി രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉറക്കാൻ പോയില്ല. അപ്പോൾ അവളെ അങ്ങ് കുളിപ്പിച്ചിപ്പോൾ ഇനി അവളെ റെഡിയാക്കണം. എന്നിട്ട് വേണം ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ആദർശിനെ ഇനി ഒന്ന് എണ്ണീപ്പിക്കാനായിട്ട്. പിന്നെയാണ് പെട്ടെന്ന് പോകണം. 8 മണിക്ക് മുന്നായിട്ട് പോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോൾ പോകുമോ എന്തോ അറിയില്ല. അപ്പം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ശരിയാണ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ തനൂട്ടിനെ കുളിപ്പിച്ചത് സോഫയിൽ കിടത്തിയിരിക്കുകയാണ് കേട്ടോ. റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് തണുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സോഫയിൽ കൊണ്ട് കിടത്തിയിട്ട് അവളെ ഞാനിങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കിടത്തിയിട്ട് ഞാൻ പോത്തൊന്നുമില്ല, അവൾ കമന്ന് വീഴും. അതുകൊണ്ട് അടുത്ത് തന്നെ ഞാനുണ്ട്. ആദുസാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. എണ്ണീക്കാൻ വിളിച്ചിട്ടൊന്നും അവൻ എണ്ണീക്കുന്നില്ല. അവസാനം അവൻ എണ്ണീറ്റ് കേട്ടോ. തനൂട്ടി ഏകദേശം സെറ്റായി. ഒരു സിമ്പിൾ ഡ്രസ്സാണ് തനൂട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഉറക്കം വരുന്നു രാവിലെ എണ്ണീറ്റത് കൊണ്ട്. അങ്ങനെ തനൂട്ടിനെ സെറ്റാക്കി ആദർശിനെ സെറ്റായപ്പോഴത്തേക്കിന് ദാണ്ടെ നല്ല മഴ അങ്ങ് തുടങ്ങി. എന്ത് കഷ്ടമാണെന്ന് പറയണേ. ഞാനോർത്ത് മഴ കുറയായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. എൻ്റെ ആദർശ് റെഡിയായി. അതാ മഴ കുറയുന്നില്ല, മഴ കൂടുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു സമയത്ത് കുളിച്ചായിരുന്നു, റെഡി ആയില്ല. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഈ പിള്ളേരെയും വെച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അത് ആദർശാണെങ്കിൽ ഇവിടെ കളിയോടെ കളി. അത് നോക്കണേ, ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് ഒടുക്കത്തെ മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? പെട്ടെന്നൊരു മഴയായിരുന്നു ഇവിടെ പെയ്തത്. ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, മഴ തോരുവോ എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, മഴ തോരുന്നില്ല. തനിക്കുട്ടിയാണെങ്കിൽ അവൾക്ക് ഉറക്കം വന്നിട്ട് പിന്നെ ഞാൻ അവളെ ഉറക്കി കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിടത്തിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ട്. അവളും എണ്ണീറ്റ്. കാർമേഘം മൂടി കെട്ടുന്നതല്ലാതെ മഴ തോരുന്നേ ഇല്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. കുറേ നാളുകൂടിയിട്ടാണ് അമ്പലത്തിൽ പോകാനായിട്ട് വിചാരിച്ചത്. അപ്പം ഇങ്ങനെ എനിക്ക് നല്ല വിഷമമായി കേട്ടോ. ആദർശനാണെങ്കിൽ അതിൽ കൂടുതൽ വിഷമമായി. കാരണം ടാറ്റ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ അവിടെ കിടന്ന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറയാണ്, എടാ മഴയാണ്, പോകാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അവൻ കരയുവാണ്. അവനല്ലെങ്കിലും ടാറ്റ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ആ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവും പപ്പടവും ചായയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ഞാനാണെങ്കിൽ രാവിലെ 5:30 ആയപ്പോൾ എണ്ണീറ്റ് എല്ലാം സെറ്റാക്കി കേട്ടോ. നേരത്തെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ആദർശും തനുവും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവരുടെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഈ ഒരു ക്യാപ്പ് ആദർശ് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയ സമയത്ത് വീഴാണ്ടിരിക്കാനായിട്ട് അതിനു വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. അതിപ്പം അവൻ എൻ്റെ തലയിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.